in the freakish Atlantic, where it pours being green over blue. In the waters of beautiful Norse, I used to pray to recover you, H2. Continuing the image of her father as a statue, the speaker describes his head being located in the bizarre blue-green waters of the Atlantic Ocean near the beautiful coastal town of Norse. Plath was grown up there, Massachusetts. It is dirtying the waters of the beautiful beach of Norse. The speaker tells her father that she used to pray for his return from the dead and then in German say, "Oh, you." അതായത് ചെറുപ്പത്തിൽ ഫാദർ മരിച്ചു പോയപ്പം അവർ ഭയങ്കര സങ്കടമായിരുന്നു സിൽവിയ പ്ലാത്തിന്. അതുകൊണ്ട് തന്നെ സ്പീക്കറിന് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം തിരിച്ചു വരണം എന്നുള്ളൊരു ചെറുപ്പത്തിൽ ആ ഒരു ഫാദറിനെ നഷ്ടപ്പെട്ടപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നീടാണ് ഇങ്ങനെ അവരുടെ ഒരു എത്ര ഡോമിനേറ്റിംഗ് ആയിരുന്നു, സിക്കായിരുന്നു എന്നുള്ളത് ഒക്കെ ഉള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. ഒരു പക്ഷേ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു പാട്രിയാർക്കിക്കൽ ആയിട്ടുള്ളൊരു സിസ്റ്റത്തെ കൂടിയാണ് പോയിട്ട് ഇതിലൂടെ കാണിക്കുന്നത്. In the German tongue, in the Polish town scraped flat by the roller of waters, was. But the name of the town is common, my Polak friend. അതായത് ഇത് പറയുന്നത് സ്പീക്കർ prayed in the German language. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, അടുത്ത സ്റ്റാൻസയിൽ പറയുന്നത് ജർമ്മൻ ലാംഗ്വേജിലാണ് പോകുന്നത്. ഫാദറും സിൽവിയ പ്ലാത്തും കൂടിയും അവരെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ജർമ്മൻ ആയിരുന്നു. ഫാദറിന് അതായിരുന്നു ഇഷ്ടമെന്നാണ് പറയുന്നത്. A town in Poland that was utterly destroyed by endless wars, a town whose name is so common that the speaker's Polish friend, whom she refers to as Polak, a disrespecting way, says that there are many towns with the same name. അപ്പം അവർ അത് കാണിക്കുന്നത് ഫാദറിൻ്റെ ആ പോളിഷ് ബാക്ക്ഗ്രൗണ്ട് കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ഓക്കെ, now we can go to the next stanza. ജർമ്മനിയൊക്കെ അന്ന് ധാരാളമായിട്ട് നാസികൾ തകർത്ത ഒരു കൺട്രി ആയിരുന്നു പോളണ്ട്. സേസ് there are a dozen of two. അപ്പോൾ കഴിഞ്ഞ സ്റ്റാൻസയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പിന്നെ ഇതിങ്ങനെ വരുന്നത്. ഓക്കെ, അതായത് കഴിഞ്ഞ ആ ഐഡിയ തന്നെ അടുത്ത സ്റ്റാൻസയിലേക്ക് ഇങ്ങനെ ക്യാരി ഓവർ ചെയ്തിട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഒരുപാട് ടൗൺ ഉണ്ട്, പോളിഷ് ടൗൺ ഒരേ നെയിമിലുള്ളത് എൻ്റെ പൊള്ളാക്ക് ഫ്രണ്ട് പറഞ്ഞു എന്ന് പറയുന്നില്ല, അത് തന്നെയാണ്. Says there are a dozen or two, so I never could tell where you put your foot, your root. I never could talk to you. The tongue stuck in my jaw. It stuck in a barbed wire snare. Itch, itch, itch. I could hardly speak. I thought every German was you and the language obscene. പറയുന്നത് തന്നെ her Polish friend says there must be at least 12 of them. ആ ഒരു ടൗണിൻ്റെ പേര്. Because of this she couldn't tell where her father had been nor where exactly he came from. She couldn't talk to him. It felt as though her tongue kept getting caught in her jaw. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബാബ് വയർ സ്നെയർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെ അത് കുടുങ്ങിപ്പോയി എന്ന പോലെ, അതായത് അത്രയും ഒപ്രസ്ഡ് ആയിപ്പോയി എന്നുള്ള രീതിയിൽ പറയാം. ഇറ്റ് വാസ് ആസ് ദോ ഹർ ടങ് വാസ് സ്റ്റക്ക് ഇൻ എ ട്രാപ്പ് മെയ്ഡ് ഓഫ് ബാബ്ഡ് വയർ. ദ സ്പീക്കർ സ്റ്റട്ടേഴ്സ് ദ വേർഡ് ഐ. ഇച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജർമ്മനിൽ ഐ എന്നാണ്. Demonstrating what it felt like not to be able to speak. She thought every German was her father. She thought that language was offensive and disgusting. German ലാംഗ്വേജിനെയാണ് പറയുന്നത് ഒബ്സീൻ എന്ന് പറയുന്നത്. ഓക്കെ, now we can go to the next stanza. An engine shuffling me off like a Jew to Desho Aswed's Belsen. I began to talk like a Jew. I think I may well be a Jew. The snows of Tyrol, the clear beer of Vienna are not very pure or true. With my gypsy ancestors and my weird luck and my tarot pack, I may be a bit of Jew. അപ്പം ഇതിലൂടെ കാണിക്കുന്നത് ഇപ്പോൾ സ്പീക്കറുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഫാദറിൻ്റെ ബാക്ക്ഗ്രൗണ്ടും സ്പീക്കറുടെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ അതെങ്ങനെയാണ് ഇവരെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു റെഫറൻസാണ് ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ദ സ്പീക്കർ കണ്ടിന്യൂസ് ഡിസ്ക്രൈബിംഗ് ദ ജർമ്മൻ ലാംഗ്വേജ്, സെയിങ് ദറ്റ് ഇറ്റ് വാസ് ലൈക്ക് ദ എൻജിൻ ഓഫ് എ ട്രെയിൻ ക്യാരിങ് ഹർ ഓഫ് ലൈക്ക് എ Jew ടു എ കോൺസെൻട്രേഷൻ ക്യാമ്പ്. അവിടെ നമുക്ക് ഹോളോകാസ്റ്റാണ് അവർ പിന്നെ അവിടെ റെഫറൻസ് ആയിട്ട് വരുന്നത്. ഷീ ബിഗാൻ സ്പീക്കിംഗ് ലൈക്ക് എ Jew ആൻഡ് ദെൻ സ്റ്റാർട്ടഡ് തിങ്കിങ് ഷീ മൈറ്റ് ഇൻ ഫാക്ട് ബി എ Jew. അപ്പം എങ്ങനെയാണോ ജ്യൂസിനെ ജർമ്മൻസ് നാസികൾ ഒപ്രസ് ചെയ്തിരുന്നത്, അതുപോലെ ഇവരുടെ ഫാദറും അതുപോലെ ഇവരുടെ ലൈഫിലുള്ള പിന്നെ മറ്റുള്ള ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ആളുകളും എങ്ങനെയാണ് ഇവരെ
ആ ഒരു അതേ മോഡൽ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന അതേപോലെ തന്നെയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ദ സ്പീക്കർ പെർഹാപ്സ് സ്റ്റിൽ ഇമാജിനിങ് herself on this train, then describes the Austrian state of Tyrol and the beer of Austria's capital city as being impure and false. She then lists the other things that might make her Jewish. Her mother has a Romani ancestry. Her roots are from Austria. Who are gypsies, which in turn make her a bit of that. Gypsies were also persecuted in Nazi Germany along with Jews. അപ്പം ഈ നമ്മുടെ പോയിട്ട് പറയുന്നത്, സ്പീക്കർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫാദർ ജർമ്മൻ പിന്നെ പോളിഷ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. അപ്പോൾ മദർ എവിടെ നിന്നാണ്? മദർ എന്ന് പറയുന്നത് അവർ പറയുന്നത് ജിപ്സി ആൻസിസ്ട്രി ഉള്ള ഓസ്ട്രിയൻ ആയിട്ടുള്ള ഒരു ആളാണ്, ജൂയിഷ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് സത്യത്തിൽ ഇവരുടെ പാരൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രണ്ടും കൂടി കൾമിനേറ്റ് ചെയ്യുന്നത് സ്പീക്കറിലാണ് അത് കൾമിനേറ്റ് ചെയ്യുന്നത്. രണ്ട് സ്ട്രെയിൻസ് ഒരിക്കലും ചേരാത്ത സ്ട്രെയിനുകളാണ്. നാസികൾ അന്ന് ജർമ്മനിയിൽ ജ്യൂസിനെ മാത്രമല്ല ജിപ്സികളെ കൂടി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ആകെ കോംപ്ലിക്കേറ്റഡ് ആണ്, ആകെ ഒരുപാട് സ്ട്രഗിൾസ്, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ സ്പീക്കറുടെ മനസ്സിലുള്ളത്. ഓക്കെ, നൗ I have always been scared of you without your Luftwaffe and your Gobeldigo and your neat mustache and your Aryan eye, bright blue, Panzerman on OU. She has always been afraid of her father in particular, whom she associates with the German Air Force. Luftwaffe എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ എയർഫോഴ്സ് ആണ്, ഇന്ത്യൻ എയർഫോഴ്സ് ഒക്കെ ഉള്ള പോലെ അവരുടെ എയർഫോഴ്സ് ആണ്. ആൻഡ് ഹൂ സ്പോക്ക് വേർഡ്സ് ദാറ്റ് സീംഡ് ഇംപ്രസീവ് അറ്റ് ഫസ്റ്റ് ബട്ട് ടേൺ ഔട്ട് ടു ബി നോൺസെൻസ്. ആദ്യം ഭയങ്കര മതിപ്പായിരുന്നു, പിന്നീട് നോൺസെൻസ് പോലെ തോന്നി. അതാണ് ഗോബൽഡിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലുഫ്താഫെ ഈസ് ദ ജർമ്മൻ എയർഫോഴ്സ്. ഗോബൽഡിഗോ ഈസ് അനദർ childlike word that conveys her disdain for the German. She goes on to describe his carefully groomed mustache and blue eye, Aryan eyes, and then referring again to his link to the German military, this time invoking the armored vehicles used in World War II. The speaker addresses her father as OU again, but this time in English. അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആരാണ്? നീറ്റ് മസ്റ്റാഷും അതുപോലെ ആര്യൻ ഐ, ബ്രൈറ്റ് ബ്ലൂ ഒക്കെ വരുന്ന അങ്ങനത്തെ ഒരു ഇത് നമുക്ക് തരുന്നത് ഹിറ്റ്ലറുടെ ഒരു കാഴ്ചയാണ് അല്ലേ? ഹിറ്റ്ലറുടെ ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഹിറ്റ്ലറിലേക്ക് ആ ഒരു ഇമേജ് കൊണ്ടുവരാണ്, ഡാഡിയുടെ ഇമേജ് കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ ഇൻ ആൻഡ് ഔട്ടായിട്ട് ഡാഡി, പിന്നെ നാസി ഹിറ്റ്ലർ, അങ്ങനെ അവർ ആ ഒരു കണക്ഷൻ, ആ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള, സൂപ്പർ ഇമ്പോസിങ് ആയിട്ടുള്ള, ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള, അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ആ എലമെൻറ്റ്സ് ഒന്നിച്ച് കൊണ്ടുവരികയാണ് പോയിട്ട് ചെയ്യുന്നത്. നോട്ട് ഗോഡ് ബട്ട് എ സ്വാസ്തിക, സോ ബ്ലൂ നോ സ്കൈ കുഡ് സ്ക്വീക്ക് ത്രൂ, എവറി വുമൻ അഡോസ് എ ഫാസിസ്റ്റ്. അവിടെ സർക്കാസ്റ്റിക്കായിട്ട് പറയാണ്, എവറി വുമൻ അഡോസ് എ ഫാസിസ്റ്റ്, ദ ബൂട്ട് ഇൻ ദ ഫേസ്, ദ ബ്രൂട്ട് ഹാർട്ട് ഓഫ് എ ബ്രൂട്ട് ലൈക്ക് യു എന്ന് പറയാം. Again describing her father, the speaker claims that he is not God after all, but rather a swastika. Swastika നിങ്ങൾക്ക് അറിയില്ല, അതവിടെ കാണിച്ചിട്ടുണ്ട്. swastika സിമ്പിൾ നാസികളുടെ സിമ്പിളാണ്. The symbol of the German Nazi regime, so opaque that no light could get through it. She then goes on to say that all women love fascists, being stepped on brutally by someone who is a monster at heart. These line indicates how males oppressed women like Nazi oppressed Jews and gypsies. Okay, now you can go to the next lines. You stand at the blackboard, daddy. In the picture I have of you, a cleft in your chin instead of your foot, but no less a devil for that, no, not any less than black man who bit my pretty red heart in two. I was 10 when they buried you. At 20 I tried to die and get back to you. I thought even the bones would do. എന്താ പറയുന്നത്? ദ സ്പീക്കർ ദെൻ റീകോൾസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് ഹെർ ഫാദർ. ശരിക്കുള്ള ഒരു ഫോട്ടോഗ്രാഫ് തന്നെ ആണത്. ഫാദർ ഇങ്ങനെ, അദ്ദേഹം ഓർണിത്തോളജിസ്റ്റ് ആണ്, അങ്ങനെ എന്തോ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഓട്ടോപ്ലാത്ത് എന്ന് പറയുന്നത്. അപ്പം അവിടെ ജർമ്മനിയിൽ നിന്ന് ഇമിഗ്രൻ്റ് ആയിട്ട് അമേരിക്കയിലേക്ക് വന്നതാണ്. അവിടെ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ബ്ലാക്ക് ബോർഡ് ബാക്കിൽ ഉള്ളൊരു ഫോട്ടോ ഉണ്ട് അദ്ദേഹത്തിൻ്റെ, അതിവിടെ കൊടുത്തിട്ടുണ്ട്. In the picture one could see that he has a cleft chin.
ഇങ്ങനെ ഒരു ക്ലെഫ്റ്റ് ചിഹ്നമാണുള്ളത്. ബട്ട് ദ സ്പീക്കർ ഇംപ്ലൈസ് ദാറ്റ് ഹി ഹാസ് എ ക്ലെഫ്റ്റ് ഫീറ്റ് ഓഫ് എ ഡെവിൽ ആസ് വെൽ. അത് നമുക്കൊരു റെഫറൻസ് ആണ്, കാരണം ഡെവിലിന് ക്ലെഫ്റ്റ് ഫീറ്റ് ആണുള്ളത് എന്നാണ് പറയുന്നത്. The speaker decides that her father is in fact a devil, as was the wicked man who tore her passionate heart into pieces. The speaker was 10 years old when her father died. Actually, in reality, it is പക്ഷേ ഇതിൽ അവർ 10 years എന്നാണ് കൊടുത്തിട്ടുള്ളത്. When she was 20, she tried to commit suicide so that she could finally be reunited with him. She thought even being buried with him would be enough. ഫാദറിന് അത്ര തിരിച്ചു കിട്ടണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ സൂയിസൈഡ് കമ്മിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു Sylvia Plath. Now we can go to the next stanzas. But they pulled me out of the sack and then stuck me together with glue, and then I knew what to do. I made a model of you, a man in black with a mink calf look, and a love of the rag and the screw. And I said, I do. So daddy, I'm finally through. The black telephone's off at the root, the voices just can't warm through. ഇത് പറയുന്നത് എന്താണ്, ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, ബട്ട് ഇറ്റ് വാസ് അൺസക്സസ്ഫുൾ. ഹൗവർ ആസ് ഷീ വാസ് ഡിസ്കവർഡ് ആൻഡ് ഫോഴ്സ്ഡ് ഇൻ ടു റിക്കവറി, Plath struggled with severe depression and tries to commit suicide several times. The plan having failed, she came up with another. എന്തായിരുന്നു അത്? She made a model of her father, a man in black who, like her father, looked the part of a Nazi. Plath refers to her husband as a man in black. She has written a poem, Man in Black. ഇവിടെ ടെഡ് ഹ്യൂസിനെയാണ് അവർ റെഫർ ചെയ്ത് കൊണ്ടുവരുന്നത്. ആൻഡ് ദെൻ ഈ ഒരു 14th സ്റ്റാൻസയിലാണ് ശരിക്ക് ഫാദർ, അതുപോലെ ഹസ്ബൻഡ്, നാസി, ഹിറ്റ്ലർ, ഇതെല്ലാം കൂടി കൾമിനേറ്റ് ചെയ്തിട്ട് ഒന്നായി മാറുന്നത് ഈ ഒരു 14th സ്റ്റാൻസയിലാണ്. വി ക്യാൻ ഫൈൻഡ് ഇറ്റ്. ദാറ്റ് ഈസ്, ദിസ് മാൻ ഹാഡ് എ ലവ് ഓഫ് ടോർച്ചർ, ഷീ മാരിഡ് ഹിം, ഐ ഡു പറഞ്ഞാൽ ഞാൻ ഐ വിൽ എന്ന് പറയില്ലേ കല്യാണം കഴിക്കുന്ന സമയത്ത്, അതാണ്. ഓക്കെ, ദ സ്പീക്കർ ഡയറക്ട്ലി അഡ്രസ്സസ് ഹർ ഫാദർ അഗെയിൻ, ക്ലെയിംസ് ഷീ ഈസ് ഫൈനലി ത്രൂ. ഇനിയൊക്കെ നിർത്തി, എല്ലാം മതിയായി. ദ ടെലിഫോൺസ് ഈസ് അൺപ്ലഗ്ഡ് ആൻഡ് നോ വൺ വിൽ ബി ഗെറ്റിംഗ് ത്രൂ ടു ഹർ. ഇതിവിടെ പറയുന്നത് സിൽവിയ പ്ലാത്ത് ശരിക്ക് ടെഡ് ഹ്യൂഗ്സിനെ വിളിച്ച സമയത്ത് വേറെ ആരോ ആണ് ഫോൺ എടുത്തത്. അപ്പോൾ അങ്ങനെ ആ ഫോൺ എടുത്ത് എറിഞ്ഞു എന്നാണ് ബ്ലാക്ക് ടെലിഫോൺ അങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു റെഫറൻസ് ഡേറ്റാണ് പറയുന്നത്. കാരണം ടെഡ് ഹ്യൂഗ്സ് ഒരു പോം എഴുതിയിട്ടുണ്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് നമുക്കത് മനസ്സിലാവുന്നതല്ല. അതിപ്പോൾ സിൽവിയ പ്ലാത്ത് അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ദെൻ, if I have killed one man, I have killed two. The vampire who said he was you and drank my blood for a year, 7 years. If you want to know, Daddy, you can lie back now. The speaker reckons that if she has killed one man, she is in effect killed two. She refers to her husband as a vampire, saying that he drank her blood for a year, no, 7 years. She then tells her father he can lie back now. Plath married Hughes in 1956 and they lived together for 7 years. ഓക്കെ, അപ്പോൾ അവിടെ ആ 7 years എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ കൂടെ ടെഡ് ഹ്യൂസിൻ്റെ കൂടെ ജീവിച്ച കാലയളവാണ് പറയുന്നത്. അപ്പം there's a stake in your fat black heart and the villagers never liked you. They are dancing and stamping on you. They always knew it was you. Daddy, you bastard, I'm through. There's a sharp wooden post, the kind used to kill vampires, stuck through her father's heart. ഫൈനലി എല്ലാവരിൽ നിന്നും അവർ ഡിറ്റാച്ച്ഡ് ആയി എന്ന് കാണിക്കുകയാണ് ഇവിടെ. ദ സ്പീക്കർ ഇമാജിൻസ് എ വില്ലേജ് ഇൻ വിച്ച് ദ ലോക്കൽസ് നെവർ ലൈക്ഡ് ഹർ ഫാദർ ആൻഡ് സോ ദേ ആർ ഡാൻസിങ് ആൻഡ് സ്റ്റോമ്പിങ് on his body because they always knew exactly what he was. The speaker considers his daddy contemptible and again tells him that she has finished. The speaker confesses that she has finally done with both oppressors, father and husband, in her life. Plath has ended her breakup with her husband after she caught him cheating. അപ്പോൾ അത് കണ്ടുപിടിച്ചതിന് ശേഷം എഴുതുന്നതാണ് ഈ ഒരു പോർട്രേറ്റ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഓഫ് ദ പോം Daddy. Okay.